സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈശോയ്ക്ക് നന്ദി പറയാം. ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം വീണ്ടും യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടാൻ ദൈവം നമുക്ക് ഇടയാക്കിയ വലിയ കൃപയോർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മൾ കഴിഞ്ഞ ഒരു മാസം മംഗളവാർത്ത കാലത്തിലാണ് ഒരുമിച്ച് കൂടിയത് തിരുസഭയുടെ ആഗോള ശിറമലബാർ സഭയിലൂടെ. അത് കഴിഞ്ഞ് പിറവി തിരുനാൾ നാട്ടിൽ ഇടവകയിൽ ഞാൻ ഒരുമിച്ച് കൂടി. ധനഹ തിരുനാളിലേക്ക് പ്രവേശിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ധനഹ തിരുനാൾ. യേശുവിനെ പ്രത്യക്ഷീകരണം, യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തിയ, ലോകത്തിലെ രക്ഷകനായ യേശുവിനെ സഭ വെളിപ്പെടുത്താം. അല്ല, ഇന്ന് നമ്മൾ ഓരോരുത്തരിലൂടെ വെളിപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുക. പറയുമ്പോൾ വെറും മനുഷ്യരായ നമ്മളിലൂടെ ദൈവം വെളിപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ആരുടെയും സ്വന്തം കഴിവുകൊണ്ടല്ല പണിയോ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നാം വീണ്ടും അടുത്ത കാലം നോമ്പ് കാലത്തേക്ക് പ്രവേശിക്കുകയാണ് ഏതാനും നാളുകൾക്ക് ശേഷം. അപ്പോൾ വീണ്ടും നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കാനായിട്ടുള്ള ഒരു സമർപ്പണം നമ്മൾ വീണ്ടും കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതം ഇന്ന് ടെക്സാസിൽ നിന്ന് ഹ്യൂസ്റ്റണിൽ നിന്നും പുഷ്പ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ നമ്മൾ ഇന്നത്തെ ആഗോള സഭയിൽ മാർപ്പാപ്പ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിലെ വചനങ്ങളൊക്കെ നമ്മൾ ഓർപ്പിച്ചപ്പോൾ ഒന്നാമത്തെ വായന ഹെബ്രായർ 2 നിന്നാണ് പുഷ്പിക്കാനാണ് ഓർപ്പിച്ചത്. ഹെബ്രായർ 2:5 മുതൽ വചനങ്ങളാണ്. നാം പരാമർശിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ലല്ലോ അവിടുന്ന് അധീനമാക്കിയത്. ഇതേക്കുറിച്ച് ഒരിടത്ത് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു: അങ്ങ് മനുഷ്യനെ ഓർക്കാൻ അവൻ ആരാണ്? അങ്ങ് ശ്രദ്ധിക്കാൻ മനുഷ്യപുത്രൻ ആരാണ്? ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു. മഹിമയും ബഹുമാനവും കൊണ്ട് അവനെ കിരീടമണിയിച്ചു. സമസ്തവും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കി. എല്ലാം അവന്റെ അധീനതയിലായപ്പോൾ അവന് കീഴ്പ്പെടാത്തതായി ഒന്നും അവിടുന്ന് അവശേഷിപ്പിച്ചില്ല. എന്നാൽ എല്ലാം അവന് അധീനമായതായി നാം കാണുന്നില്ല. മരണത്തെ ആശ്ലേഷിക്കാനായി ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായ യേശു മരണത്തിന് അധീനനാവുകയും മഹത്വത്തിന്റെയും ബഹുമാനത്തിന്റെയും കിരീടം അണിഞ്ഞവനായി കാണപ്പെടുകയും ചെയ്തു. ആർക്കു വേണ്ടിയും ആരുമൂലവും എല്ലാം നിലനിൽക്കുന്നുവോ, ആര് അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ, ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഉത്ഭവിക്കുന്നത് ഒരുവനിൽ നിന്ന് തന്നെ. അതിനാൽ അവരെ സഹോദരർ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല. അവൻ പറയുന്നു: അങ്ങേ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും. സഭാമധ്യേ അങ്ങേക്ക് ഞാൻ സ്തുതിഗീതം ആലപിക്കും. ഒന്നാമത്തെ വായന അതാണ്. അപ്പം മനുഷ്യന് പാപം മൂലം മനുഷ്യന്റെ എല്ലാ മഹത്വവും പോയി. അല്ല, ഏദൻ തോട്ടത്തിലെ മനുഷ്യനെ എല്ലാത്തിനും അധീനനാക്കി ആദത്തിന് ദൈവം കൊടുത്തെങ്കിൽ സാത്താന്റെ വഞ്ചന മൂലം ഏദൻ തോട്ടത്തിൽ വെച്ച മനുഷ്യന് ആ മഹത്വം മുഴുവൻ നഷ്ടപ്പെട്ടു. ദൈവം കൊടുത്ത എല്ലാം നഷ്ടപ്പെട്ടു. സാത്താൻ അതെല്ലാം കൈക്കലാക്കി. പലപ്പോഴും ചിന്തിച്ചാണ് ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷണ സമയത്ത് സാത്താൻ വന്നൊരു നുണ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലേ? നീ എന്നെ വീണ് ആരാധിക്കാമെങ്കിൽ ഇതെല്ലാം നിന്റേതാണ്, കാരണം ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആദത്തിന് ദൈവം കൊടുത്തത് സാത്താൻ കൈക്കലാക്കിയിട്ട് പറയാണ്, ഇതെല്ലാം ഇപ്പോൾ എന്റേതാണ്. യേശുവിനോടാണ് ദൈവം മനുഷ്യനായി മഹത്വമുള്ളവരായ മനുഷ്യരെ വീണ്ടും ഉയർത്താൻ വേണ്ടി ലോകത്തിലേക്ക് വന്ന യേശുവിനോട് സാത്താൻ നുണ പറഞ്ഞുകൊണ്ട് പറയാണ്, യേശുവിനോടാണ് സാത്താൻ പറയാണ് യേശുവിനോട്, നീ എന്നെ വീണ് ആരാധിക്കാമെങ്കിൽ ഇതെല്ലാം നിന്റേതാകും, കാരണം ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശുവിന് അതറിയാം. കാരണം നമുക്കുള്ളതെല്ലാം ദൈവം നമുക്ക് തന്നതെല്ലാം സാത്താൻ കൈക്കലാക്കി വഞ്ചിച്ചുകൊണ്ട്. അവൻ നുണയനും നുണയുടെ പിതാവും ആദ്യം മുതലേ കൊലപാതകിയുമാണെന്നൊക്കെ ഈശോ പറഞ്ഞു. യോഹന്നാൻ 8 നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ്. അപ്പോൾ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യരെ വീണ്ടെടുക്കാൻ, മനുഷ്യനെ വീണ്ടും മഹത്വത്തിലേക്ക് നയിക്കാൻ, അരൂപിയായ മനുഷ്യൻ, നമുക്ക് ശരീരമുള്ളത് കൊണ്ട്
ദൂതന്മാരെക്കാൾ അല്പം താഴെയാണ് നമ്മൾ. ദൂതന്മാർക്ക് ശരീരമില്ലല്ലോ, ഒരു അരൂപികളാണ്. അപ്പം നമ്മൾ രൂപമുള്ളവരായ നമ്മളുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വന്നുകൊണ്ട് അരൂപികളായ മാലാഖമാരെ പോലും മനുഷ്യന് സേവകരാക്കി മാറ്റിയത് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം വഴിയാണ്. ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. സങ്കീർത്തനം 91 പറയുന്നുണ്ടല്ലോ, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയും. അപ്പൊ നമ്മള് ദൈവം നമ്മോട് കൂടെ നമ്മുടെ ആത്മാവിൽ വസിക്കുമ്പോൾ ദൂതന്മാര് നമുക്ക് സേവ ചെയ്യുകയാണ്. നമ്മുടെ ദൈവം നമ്മുടെ ആത്മാവിൽ അല്ലെങ്കിൽ മഹത്വമുള്ള മനുഷ്യരായി മാറുക എന്ന് പറഞ്ഞാൽ എല്ലാ അധികാരവും പിടിക്കെടുക്കുന്നത് നമ്മൾ മാറുക, സാത്താന്റെ മേൽ അധികാരമുള്ളവരായി തീരുക. അവിടെയാണ് അത് ദൈവത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവമാണ്, യേശുക്രിസ്തുവാണ് കാൽവരി കുരിശിൽ സാത്താനെ പരാജയം. അത് നമ്മൾ അറിയണം. പലപ്പോഴും ചിന്തിച്ചാണ് പത്രോസ്ലിയ അന്ന് ആദിമ സഭയോട് വിളിച്ചു പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി, മറ്റൊരുവനിലും രക്ഷയില്ല, മറ്റൊരുവനും രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴെ ഭൂമിയിൽ മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. കാരണം ആ നാമത്തിന് മുമ്പിലാണ് ഫിലിപ്പിയർ 2 പൗലോസ് പറഞ്ഞ പോലെ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുഴങ്കാലുകളും സകല അധികാരങ്ങളും മുട്ടുമടക്കുന്നത് യേശുവിൻ്റെ മുമ്പിലാണ്. രാജാക്കന്മാരും ജെറമ്യായോട് പറഞ്ഞു, രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും യേശുക്രിസ്തുവിലൂടെ യേശുവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് ജെറമ്യായിലൂടെ ഏശയ്യായിലൂടെ. ഇപ്പം നമ്മൾ അറിയേണ്ടത് യേശുക്രിസ്തു നമ്മളെ മഹത്വമുള്ളവരാക്കി മാറ്റി. ഇന്ന് നമ്മളായിരിക്കുമ്പോൾ, ഇന്ന് നമ്മൾ ഈ ധനഹാക്കാലം ആഗോള സഭയിൽ ഓർഡിനറി ടൈമിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മൾ അറിയേണ്ടത് നമ്മൾ ഇന്ന് അടിമകളല്ല. യേശുക്രിസ്തു നമ്മളെ മഹത്വമുള്ളവരാക്കി മാറ്റി. യേശു നമ്മിലൂടെ പ്രത്യക്ഷപ്പെടാനായിട്ട് പരിശുദ്ധാത്മാവായി സഭയിലെ ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ദൈവമാണ്. നമുക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ, ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു. പക്ഷെ നമ്മൾ ഓരോ ദിവസവും അനുദിനം വിശുദ്ധ കുർബാനയിൽ നമ്മളത് ഏറ്റുപറയുന്നുണ്ടല്ലോ അല്ലേ. നമ്മൾ വചനവായനയ്ക്ക് മുമ്പായിട്ട് കാർമ്മികൻ, വചന ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് കാർമ്മികൻ ചെല്ലുന്ന പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ നമ്മൾ പങ്കെടുക്കല്ലോ. അവിടെ എന്താ പറഞ്ഞ്, വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ എന്ന് പറയുമ്പോൾ നമ്മൾ യേശുക്രിസ്തു നമ്മളെ വിശുദ്ധരാക്കി. പരിശുദ്ധാത്മ നമ്മുടെ പാപങ്ങൾ മുഴുവനും യേശു 2000 വർഷം മുമ്പ് കാൽവരിയിൽ ഏറ്റെടുത്ത് കുമ്പസാരമെന്ന് കൂദാശ സ്ഥാപിച്ച് അതിൻ്റെ യോഗ്യതയിലാണ്. നാം ഇന്ന് കുമ്പസാരക്കൂട്ടിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മൾ അശുദ്ധിയിൽ നിന്നും വിശുദ്ധരായി മാറുകയാണ്. സഭയിലൂടെ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രക്രിയയാണ്. നാം ഇന്ന് തിരുസഭയിൽ പാപമില്ലാതെ വചനത്തിൽ ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന ബോധ്യത്തിൽ, അല്ലെ ത്രിത്വിക ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു എന്നുള്ള ഒരു അറിവ്, അത് നമ്മുടെ ആരുടെയും യോഗ്യത കൊണ്ടല്ല. ഇന്നുള്ള കുഴപ്പം അതാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ നമ്മൾ വിശുദ്ധരാകൂ എന്നുള്ള തെറ്റായൊരു ധാരണ. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, വചനം പാലിക്കാം, ദൈവവചനം പാലിക്കാം, ദൈവവചനം അറിയണം. റോമർ 16:19 പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവർ എന്ന് പറഞ്ഞാൽ ദൈവവചനം അറിഞ്ഞിരിക്കണം, തിന്മയുടെ മാലിന്യം വേശാത്തവരുമായിരിക്കണം എന്ന് പറയുമ്പോൾ സ്നേഹമാണ്. എല്ലാത്തിൻ്റെയും പൂർണ്ണ സ്നേഹമാണ്, എല്ലാ വചനത്തിൻ്റെയും പൂർത്തീകരണ സ്നേഹമാണ്, ദൈവസ്നേഹവും പരസ്നേഹവും. അപ്പം നമ്മളുടെ ഈ ലോക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നമ്മുടെ ഒരു പ്രവൃത്തി നമ്മളിന്ന് ആവശ്യപ്പെടുന്നത് ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. ഇതിനുള്ള ഒരു വലിയ പ്രയത്നത്തിലാണ് നാം നമ്മെ സ്നേഹിക്കുന്നു, ലോകത്തെ സ്നേഹിക്കുന്നു ദൈവത്തെക്കാൾ കൂടുതലായി, അല്ലെ മറ്റുള്ളവരെയും നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി നമ്മൾ ലോകത്തെയും ലോകമോഹങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മളിന്ന് ദൈവമക്കളല്ലാതെ വിശുദ്ധരല്ലാതായിരിക്കുന്നത്. അപ്പം നമ്മൾ വിശുദ്ധരാകാനായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തെ എല്ലാത്തിലും ഉപരിയായി സ്നേഹിക്കുന്നു. രണ്ട്, നമ്മെപ്പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. പറയുമ്പോൾ ദൈവമാണ് നമ്മെപ്പോലെ തന്നെ എല്ലാവരെയും, ലോകത്തിലുള്ള എല്ലാവരെയും, ഏതു ജാതിയിൽപ്പെട്ടവനായാലും അവന് ദൈവത്തിന് സ്വീകാരനാണെന്ന് പത്രോസ്ലിയ കൊർന്നേലിയോസിനോട് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ പത്രോസ്ലിയ പറഞ്ഞാണ്. പരിശുദ്ധാത്മാവ് ആദ്യമായി സഭയുടെ സ്ഥാപന ശേഷം
പത്രോസിനെ ആദ്യത്തെ മാർപ്പാപ്പായെ ഒരു വിജാതിയന്റെ വീട്ടിലേക്ക് അയക്കുകയാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ പോകില്ല, അങ്ങനെ പോകാൻ ഒരു യഹൂദന് അനുവാദമില്ല എന്ന് പറഞ്ഞു. പക്ഷെ യേശുക്രിസ്തു യഹൂദനായിരുന്നവൻ, അവന് ദൈവമകൻ അല്ലെ മനുഷ്യരെ മഹത്വത്തിലേക്ക് ഉയർത്തിയിട്ട് തിരുസഭ സ്ഥാപിച്ചിട്ട് തിരുസഭയുടെ അധിപനായ പത്രോസിനോട്, അല്ലെ മാർപ്പാപ്പായുടെ സ്ഥാനം നയിക്കുന്ന പത്രോസിനോട് പറയണം, പോവുക, നീ പോവുക. കൊർന്നേലിയോസിന്റെ വീട്, അവൻ റോമാക്കാരനാണ്, പക്ഷേ ഞാൻ അവനെ വിശുദ്ധീകരിച്ചതാണ്. പത്രോസ് പറഞ്ഞു, ദൈവം വിശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് നീ പറയരുത്. അവിടെ ഒരു കാഴ്ചപ്പാട് മാറേണ്ട അവിടെയാണ് പ്രിയമുള്ളവരെ. നമ്മൾ ക്രിസ്ത്യാനികളാണ് ഏറ്റവും മെച്ചമെന്ന് പറയുമ്പോൾ അല്ല, ദൈവം എല്ലാവരെയും വിശുദ്ധീകരിച്ചാണ്. ഇനിയും ചിലരൊക്കെ ദൈവത്തെ ഏറ്റുപറയാനുണ്ട്. യേശുക്രിസ്തുവിലൂടെ ദൈവത്തെ ഏറ്റുപറയാൻ കാത്തിരിക്കുന്നവരുണ്ട്. നമ്മൾ വിജാതിരെന്നൊക്കെ വിളിക്കില്ലേ, ദൈവം അവരിലുണ്ടെന്ന് പൗലോസ്ലീഹയുടെ വലിയ വെളിപ്പെടുത്തലാണ്. കൊളോസ്യ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്, ഇതാ വിജാതിയരിലും ദൈവം വസിക്കുന്നു. അവരത് അറിഞ്ഞാൽ മതി, കാരണം അവർക്ക് വേണ്ടി കൂടി യേശു കാൽവരിയിൽ മരിച്ചതാണ്. അവരെ യേശു സ്വന്തമാക്കി കാൽവരിയിൽ, അവരെ യേശു വിലയ്ക്ക് വാങ്ങിയതാണ്. അവർക്കത് അറിയില്ല. ഇന്ന് എല്ലാ മനുഷ്യരെയും മഹത്വത്തിലേക്ക് ആണ് ദൈവം വിളിക്കുന്നത്. അത് ഇത് അറിഞ്ഞവർ മറ്റുള്ളവർ, ഇതാണ് സഭയുടെ ഇന്നത്തെ ഏറ്റവും വലിയ ദൗത്യം. നമ്മളിത് അറിഞ്ഞ് നമ്മളെല്ലാവരോടും പറയാൻ, നിങ്ങളെയും ദൈവം സ്നേഹിക്കുന്നു, ലോകമെങ്ങും പോയി സകല ജാതികളോടും ഈ സദ്വാർത്ത അറിയിക്കുക എന്ന്. നമ്മളിത് മറന്നുപോയി എന്നൊരു സംശയമുണ്ട്. നമ്മൾ സ്വയം ഉള്ളിലേക്ക് ഒതുങ്ങിക്കൊണ്ട് നമുക്കുള്ളതെല്ലാം ഒന്ന് വലുതാക്കാൻ വേണ്ടി ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് കൂടെ പോകുമ്പോഴല്ല, നമ്മളൊന്നും ഇല്ലാതാ. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞാൽ, ഞാൻ കുറയണം, അവൻ വളരണം. നമ്മൾ കുറഞ്ഞാൽ മാത്രമേ ക്രിസ്തു നമ്മളിൽ മഹത്വപ്പെടുകയുള്ളൂ, നമ്മിൽ വളരുകയുള്ളൂ. നമ്മൾ സഭയിലും സമൂഹത്തിലും ഇടവകയിലും വ്യക്തിപരമായും കുടുംബപരമായും ഒക്കെ നമ്മൾ മാറേണ്ട ഒരു മേഖലയാണ്. നമ്മൾ സ്വയം ഇല്ലാതായിത്തീരണം, മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളാൻ. ഇത് വലിയൊരു മേഖലയാണ്. അതിന് യേശുവിനെ പോലെ ആകണം. സഹനം, കുരിശെടുക്കണം. അവിടെ ദൈവപുത്രനായിരിക്കും അവൻ്റെ കരണത്തടിച്ചപ്പോൾ അവനെ കളിയാക്കണം. ആരാണ് നിന്നെ കണ്ണു മൂടിക്കെട്ടിയിട്ട് ആരാണ് നിന്നെ അടിച്ചതെന്ന് പറയാനായിട്ട് യേശുവിനോട് ചോദിച്ചു. നോർത്ത് വയ്ക്കുക, കിരീടം തലയിരിക്കേണ്ട തലയിൽ മുൻമുടി വെച്ചിട്ട് അടിച്ചിട്ട് മുഖത്ത് തുപ്പിയിട്ട് ആരാണ് നിന്നെ അടിച്ചതെന്ന് നീ പറയാമെങ്കിൽ നീ ദൈവപുത്രനാണെന്ന് പറയാം. നമ്മളിന്ന് നമ്മൾ പോകുന്ന വഴി, നമ്മളുടെ ജീവിതം എല്ലാം ഞാൻ വീണ്ടും ഓർക്കാണ്. സഭയും ഇടവകയും സമൂഹമൊക്കെ നമ്മൾ യേശുവിൻ്റെ കൂടെയാണ്, അവൻ്റെ പിന്നാലെയാണ് പോകുന്നത്. വീണ്ടും 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 ചിന്തിക്കേണ്ടത് അവിടെയാണ് മാനസാന്തരം എന്നൊക്കെ പറയുന്നത് അല്ലെ. നമ്മൾ വിശുദ്ധ കുർബാന നൽകുമ്പോൾ തിരുവോസ്തി, യേശുവിൻ്റെ സാന്നിധ്യമായ തിരുവോസ്തി ഉയർത്തിക്കൊണ്ട് വൈദികൻ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, വിശുദ്ധ കുർബാന അല്ലെ ജനങ്ങളുടെ നേരെ വിശുദ്ധ കുർബാന വിശുദ്ധർക്ക് നൽകപ്പെടുന്നു. നമ്മൾ വിശുദ്ധരാകണം. വിശുദ്ധ കുർബാന സ്വീകരിക്കണമെങ്കിൽ വിശുദ്ധരെന്ന് പറയുമ്പോൾ വിശുദ്ധരായിട്ട് സഭ അംഗീകരിച്ച കുറേ പേരുണ്ട്. അത് മാത്രമല്ല, യേശുവിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്ന നമ്മളെല്ലാവരും ആയിരിക്കണം. അല്ലെങ്കിൽ തെസ്സലോനിക്ക ലേഖനത്തില് അപ്പോസ്തലൻ നമ്മളെ പലപ്പോഴും ഓർപ്പിച്ച ഒരു വചനമുണ്ടല്ലോ, 1 തെസ്സലോനിക്ക 4-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. 2-ാമത്തെ തുടങ്ങിയാണ് പറയുന്നത്, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഏതെല്ലാം അനുശാസനങ്ങളാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്, മറ്റെന്തിനേക്കാളും. അസന്മാർഗീയതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ, ദൈവത്തെ അറിയാത്തവരാകുന്നവരാണ് അങ്ങനെ വിളിക്കുന്നത്. നമ്മളങ്ങനെയാണ്, അങ്ങനെ ജീവിക്കാൻ വിളിക്കപ്പെട്ടതല്ല. എന്താ, ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ വെറും ശരീരത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി മാത്രം, കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയരുത്. ഇതെല്ലാം ദൈവം കുദാശയിലൂടെ, വിവാഹമെന്ന കുദാശയിലൂടെ അനുവദിച്ചതാണ്. അനുവദനീയമായ രീതിയിൽ വേണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ. നമുക്ക് മനുഷ്യരായാലേ വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ദൈവവചനത്തിലൂടെ നമുക്ക് സഭ നൽകുന്ന അനുശാസനങ്ങളിലൂടെ വേണം ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് കടന്നു പോകാൻ. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയരുത്. കാരണം ഞങ്ങൾ നേരത്തെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. നമ്മൾ
കുടുംബജീവിതത്തിന് വിശുദ്ധി പലപ്പോഴും കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിഗത തകർച്ച ഒക്കെ ഉണ്ടാകുന്നതിന് കാരണം പലപ്പോഴും നമ്മൾ അശുദ്ധിയിലല്ല, വിശുദ്ധിയിലായതുകൊണ്ടാണ്. തിന്മ നമ്മളെ ആക്രമിക്കുകയാണ്. വീണ്ടും പറയാണ് 1 തെസ്സലോനിക്കർ 4:7, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ നമ്മുടെ ദൈവവിളി അല്ലേ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന എന്തിലേക്കാ? നമ്മുടെ ദൈവവിളി പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണല്ലേ, നമ്മളൊരു പുരോഗതിനാകുന്നൊരു ദൈവവിളിയാണ്, കന്യാസ്ത്രീയാകുന്നൊരു ദൈവവിളിയാണ്, കുടുംബജീവിതത്തിൽ ഒരു ഭാര്യയോ ഭർത്താവുമായിട്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദൈവവിളിയാണ്. ഇനി ഏകസ്ഥരായിട്ട് ജീവിക്കുന്നവരുണ്ട് കർത്താവിന് വേണ്ടിയിട്ട്, അതൊരു ദൈവവിളിയാണ്. അപ്പോൾ അവിടെ വിളിക്കുള്ളിലെ വിളി എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് ഓർപ്പിച്ചിട്ടുണ്ട്. ദൈവവിളി ആണെങ്കിൽ അതിന് മുകളിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ശരിയാണ്. ഒരു പുരോഹിതനാകാൻ, കന്യാസ്ത്രീയാകാൻ, കുടുംബജീവിതം ഏകസ്ഥരായിട്ടൊക്കെ ജീവിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ പൗലോസ് പറയാണ്, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഏത് ദൈവവിളിയിലാണെങ്കിലും നമുക്കുള്ള വിളി വിശുദ്ധിയിലായിരിക്കുക എന്നുള്ളത്, ആ വിളിക്കുള്ളിൽ നിന്നുകൊണ്ട് വിശുദ്ധി പാലിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതെല്ലാം അതിലേക്കാണ്. അതാണല്ലോ സങ്കീർത്തനങ്ങളും ആഗോള സഭയിലെ വായനകളും മൊത്തത്തിൽ പറയുന്ന സങ്കീർത്തനം പ്രവർത്തിച്ച സങ്കീർത്തനം 8 ഇങ്ങനെ കർത്താവെ ഞങ്ങളുടെ കർത്താവ് ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം, അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്ക് മീതെ പ്രകീർത്തിക്കപ്പെടുന്നു. കാരണം ദൈവത്തിന്റെ മഹത്വത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു അല്ലേ. പാപികളായ നമ്മൾ പോയി പാടും അമ്പരമനവരതം. എന്നാൽ ഭൂമിയിലുള്ള സകലതും ദൈവമഹത്വത്തെ ഉദ്ഘോഷിക്കുകയാണ്. ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച സർവ്വതും മനുഷ്യരായ നമുക്ക് മാത്രമേ ഉള്ളൂ. അത് തെറ്റിപ്പോയി, ദൈവമഹത്വം നമുക്ക് നഷ്ടപ്പെട്ടു പോയി, നമ്മൾ പാപം ചെയ്ത അടിമകളായി പോയതുകൊണ്ട്. പക്ഷെ ഇന്നും ആ ദൈവം, ഇന്നും യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ, മാറ്റമില്ല. നമ്മളാണ് നമ്മുടെ മഹത്വം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ കൊടുത്ത മഹത്വം നഷ്ടപ്പെട്ട് നമ്മൾ അടിമകളായി പോയി. ആ മഹത്വം നമുക്ക് വീണ്ടും നൽകാനാണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ ആ മഹത്വം വീണ്ടും തിരികെ തരികയാണ്. ഇത് വീണ്ടും പറയാണ് ഇന്ന് സങ്കീർത്തനം 8 4-ാമത്തെ വചനം, അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്തു മേന്മയുണ്ട്, അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്. എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ അവന് ആധിപത്യം നൽകി. ഇത് ആദത്തിന് കൊടുത്ത ഉൽപ്പത്തി വായിക്കുന്നുണ്ട്, 1, 2 അധ്യായങ്ങളൊക്കെ പാപം ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥകളാണ്. എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതൻ അല്പം മാത്രം താഴ്ത്തി, മഹത്വ ബഹുമാനം കൊണ്ട് മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ അവന് ആധിപത്യം നൽകി, എല്ലാറ്റിനെയും അവന്റെ പാദത്തിന് കീഴിലാക്കി. ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവുകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലത്തിനെയും തന്നെ. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം. നമ്മളത് അറിയണം. അതെ, നാം പാപത്തിൽ അടിമകളായി ജീവിക്കുമ്പോഴും അമ്പരമനവരതം സൃഷ്ടപ്രപഞ്ചം മുഴുവനും ദൈവത്തെ മഹത്വപ്പെടുത്താൻ അതിൽ പാപമില്ല. പ്രപഞ്ചത്തിലോ വന്യമൃഗങ്ങളിലോ ജീവജാലങ്ങളിലോ ഒന്നും പാപമില്ല. നമ്മളാണ് അറിവുള്ളവരായ നമ്മളാണ് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയത്. സ്വാർത്ഥതയും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തെയും ലോകമോഹങ്ങളെ സ്നേഹിച്ചു, മറ്റുള്ളവരെ വെറുത്തു, നമ്മുടെ സഹോദരനെ സഹോദരിയെ കുടുംബാംഗങ്ങളെയൊക്കെ വെറുത്തിട്ട് നമ്മുടെ സ്വന്തം കാര്യത്തിലേക്ക് പോയപ്പോൾ നമുക്ക് മഹത്വം നഷ്ടപ്പെട്ടു. യേശു ഭൂമിയിലേക്ക് വന്നുകൊണ്ട് ഒന്നും സ്വന്തമാക്കില്ല, ഒന്നും സ്വന്തമാണെന്ന് പറയുന്നില്ല. യേശു പറയുന്നില്ല ഇത് എൻ്റെ വീടാണ്, ഇത് എൻ്റെ വസ്തുവാണ്. ഈ ഭൂമിയിൽ ഒന്നിനെയും നോക്കി ഈശോ പറയുന്നുണ്ട് ഇല്ല. നമ്മൾ മനസ്സിലാക്കണം, അത് വെറും വിഡിത്തമാണ്. നമ്മൾ പറയുന്നത് എൻ്റെ സമ്പത്ത്, ഞാൻ നേടിയെടുത്തത്, എൻ്റെ അധ്വാന ഫലം കൊണ്ട് ഞാൻ നേടിയത്. നമുക്ക് പറ്റിയ കുഴപ്പമാണ്. അത് യേശു പറയാത്തൊരു വാക്കാണ്, നമ്മൾ പറയുകയാണ്. അല്ല, ഇത് മറ്റുള്ളവരുമായി പങ്കുവെക്കാനായിട്ട് ദൈവം നമുക്ക് നൽകിയത്. ഇത് പലപ്പോഴും നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയൊക്കെ അതിൽ പെട്ടുപോവുകയാണ്. അതിലാണ് യേശു സ്വന്തമായിട്ടൊന്നും കരുതി, ജനിക്കാനൊരു ഇടം പോലും കിട്ടിയില്ല. അത് അങ്ങനെ വന്നതാണ് അവനെ. നമ്മൾ പലപ്പോഴും അവനല്ലേ ബേത്ലഹേമിലെ കാലിത്ത്, അത് അങ്ങനെയാണ് സ്വന്തമായിട്ട് മനുഷ്യൻ്റെ എന്ന് പറയാൻ വെറും മൃഗങ്ങളുടെ ഇടയിലാണ് ജനിച്ചത്.
യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാര് യേശുവിനോട് ചോദിക്കുന്നു, നീ ഗുരു നീ എവിടെ താമസിക്കുന്നു? യേശു പറഞ്ഞു, വന്നു കാൺമീൻ എന്ന് പറഞ്ഞുള്ളൂ. വീണ്ടും എടുത്ത് പറയുന്നുണ്ട്, ഇതാ ആകാശ പറവുകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് ഭൂമിയിൽ തലചായ്ക്കാൻ ഇടമില്ല എന്ന്. ഈ ഭൂമിയിലെ ഭൂമിയിലെ വസ്തുക്കളെയോ ഒന്നിനെയും നിങ്ങൾ സ്നേഹിക്കരുത്, കാരണം അതെല്ലാം തിന്മയുടെ അധീനതയിലാണ് എന്നാണ് യോഹന്നാൻ 2 പറയുന്നുണ്ട്. യേശു ലോകത്തിലൊന്നും സ്വന്തമാക്കിയില്ല. സ്വന്തമായിട്ട് ശരീരം മറവ് ചെയ്യാൻ, ശരീരം മരിച്ചു കഴിഞ്ഞപ്പോൾ അടക്കാൻ വേണ്ടിയ വേറൊരാളുടെ ഒരു കല്ലറയാണോ? നമ്മളൊക്കെ ഇന്ന് കല്ലറയൊക്കെ മേടിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ ചിലർക്ക്. നമുക്ക് പറയാനുണ്ട്, എനിക്ക് ഞാൻ കല്ലറ പണിതിട്ടിട്ടുണ്ടെന്ന്. നമ്മളൊരു ഇതൊന്നും യേശുവില്ല. ഞാനത് പറയുന്നത് നമ്മൾ അങ്ങനെ പറയാൻ അതല്ല, വെറും മണ്ടത്തരമാണല്ലോ നമുക്ക് വീട്. അതല്ല, തീർച്ചയായിട്ടും നമുക്കിതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ സ്വന്തമാണെന്ന് നമ്മൾ ഭീം വളക്കരുത്. ഇതൊന്നും നാളെ നമ്മുടെ ശ്വാസം തീർന്നു കഴിയുമ്പോൾ നമുക്ക് വേണ്ട ഒന്നും പറയാനില്ല. സ്വന്തമാണ്, നമുക്കൊന്നുമില്ല, സ്വന്തമാണ്. ആ ഒരു കാഴ്ചപ്പാട് ഇന്നേ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ജീവിതം. എൻ്റെ അധ്വാനം, എൻ്റെ പറമ്പ്, എൻ്റെ തോട്ടം, എൻ്റെ സ്വർണം, എൻ്റെ ബാങ്ക് ബാലൻസ്, ഇത് പ്രശ്നമാണ്. അത് വേണം. പക്ഷേ അതെല്ലാം ദൈവമാണ്, ദൈവത്തിനാണ്. അതെല്ലാം പൗലോസ് എഫേസ്യരിൽ പറഞ്ഞ പോലെ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ദാനമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ടൊന്നും നേടിയെടുത്തതല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം നൽകുന്ന മഹത്വം എന്താ? ദൈവത്തിൻ്റെ തന്നെ ആത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ടാണ്, പരിശുദ്ധാത്മാവായി നമ്മിൽ വസിച്ചുകൊണ്ടാണ് ദൈവം നമ്മളെ മഹത്വമുള്ളവരാക്കി ഉയർത്തിയിരിക്കുന്നത്. ഈ ധനകാലത്ത് കടന്നു പോകുമ്പോൾ, ഓർഡിനറി ടൈമിൽ കടന്നു പോകുമ്പോൾ വലിയൊരു ചിന്ത നമ്മൾ ഉള്ളിൽ സ്വീകരിക്കണമെന്ന് സുവിശേഷമെന്ന് മർക്കോസ് സുവിശേഷം 1-ാമത്തെ അധ്യായം 21 തൊട്ടാണ്. അവൻ കർമ്മനാഹോമിലെത്തി സാബത്ത് ദിവസം സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. സാബത്തിൽ ഒന്നും പഠിപ്പിക്കാനൊന്നും ചെയ്യുന്നത്. പക്ഷെ യേശു ഒന്നും കരുതിയില്ല. കാരണം മനുഷ്യനെ മഹത്വമുള്ളവരാക്കി തീർക്കാം, മനുഷ്യരെ അടിമത്തിൽ മോചിപ്പിക്കുക, ഇതായിരുന്നു യേശുവിൻ്റെ ഒരേ ഒരു ലക്ഷ്യം. നമ്മുടെ അത് തന്നെയാണ്. ആ സാബത്ത് ദിവസം അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയിച്ചു. കാരണം നിയമജ്ഞരെ പോലെ അല്ല, അധികാരമുള്ളവന്. കാരണം എന്താ ഞാൻ പറഞ്ഞു, ഈ അധികാരം എന്ന് പറഞ്ഞാൽ എന്താ? പറയുന്നത് അതുപോലെ പാലിക്കുന്നവനാണ്, പറയുന്നത് വചനം അതുപോലെ പാലിക്കുന്നവനാണ് യേശു. അതുകൊണ്ടാണ് അധികാരം എന്ന് പറഞ്ഞത്. യേശുവിൽ വചനമുണ്ടായിരുന്നത് കൊണ്ട് സാത്താൻ പോലും യേശുവിന് മുമ്പിൽ ഭയന്ന് വിറച്ചു. ഇന്ന് നമ്മളാ പറഞ്ഞു, നമ്മൾ സാത്താനെയും ലോകത്തിലൊക്കെ ഭയന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ദൈവം ഇതാ നമ്മോടുകൂടെ അൾത്താരയിൽ വന്നിട്ട് നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കുന്നൊരു ദൈവം. അതെ, ഇപ്പോൾ നമുക്ക് പറയാം, എൻ്റെ ഈശോയെ നീ എൻ്റെ ഉള്ളിലുള്ളതിനെ ഓർത്ത്, നീ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണല്ലോ എനിക്ക് മഹത്വമുള്ളത്. ഞാൻ സ്വർഗത്തിൽ പോകാൻ അല്ലെ ദൈവത്തിൻ്റെ പൈതലായി മാറിയിരിക്കുന്നത് നിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ളത്. അത് നന്ദി പറയണം, അത് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ക്രിസ്തു എല്ലാത്തിനും മേൽ ആധിപത്യമുള്ള കാൽവരിയിൽ സാത്താനെ തോൽപ്പിച്ച യേശു തൻ്റെ ആത്മാവായി നമ്മൾ വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്നൊരു നല്ല മനുഷ്യനായ ഒരു മനുഷ്യ വ്യക്തിയായി മാറിയിരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടുമല്ല. അപ്പം നമ്മൾ ഏറ്റു പറഞ്ഞു, എൻ്റെ ഈശോ ഇനി എൻ്റെ ഉള്ളിലുണ്ടല്ലോ. അങ്ങൻ്റെ ഭവനത്തിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല, നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അത് ദൈവം നമ്മൾ പറയണം, ഈശോ നീ എൻ്റെ ഉള്ളിൽ അല്ലേ. യേശു നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്ന ധനഹ. യേശു നീ എൻ്റെ ഉള്ളിൽ. നമ്മൾ തന്നെ ആദ്യം അറിയണം, മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ സംശയം നല്ലതായിട്ട് കുമ്പസാരം നടത്തണം. ഈശോ നീ എൻ്റെ ഉള്ളിൽ വരണമേ, എൻ്റെ ആത്മാവിൽ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് നീ എന്നിലൂടെ വെളിപ്പെടണമേ. മറ്റുള്ളവർ എന്നിലൂടെ നിൻ്റെ സ്നേഹം, മനുഷ്യന് മഹത്വമുള്ളവരാണെന്ന് ഒരു മനുഷ്യനെയും കാണുമ്പോൾ അവരോടും പറയാൻ, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു, നിങ്ങൾ മഹത്വമുള്ളതെന്ന് പറയാൻ. അതാണ് സംഭവിച്ചത്. യേശു അധികാരമുള്ളവനെ പോലെയാണ് പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച എന്ന് പറഞ്ഞാൽ അടിമത്തത്തിൻ്റെ ആത്മാവ് ബാധിച്ച, സാത്താൻ അടിമയാക്കി ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ, മഹത്വം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസറായന യേശുവെ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ദുഷ്ടാത്മാവാണ് ചോദിക്കുന്നത്, ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? തന്നെ യോഹന്നാൻ പറഞ്ഞ വചനമാണ്, സാത്താന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാനാണ് ദൈവപുത്രൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത്. 1 യോഹന്നാൻ 3:8 നമ്മൾ വായിക്കുന്നുണ്ട്. സാത്താന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാനാണ്. അതാണ് സാത്താന്റെ ആത്മാവ്, ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ യേശുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മാവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇതെന്ത്
അധികാരത്തോടുള്ള പുതിയ പ്രബോധനം. അത് പുതിയ പ്രബോധനമല്ല, അധികാരത്തോടു കൂടിയാണ് ആ വ്യത്യാസം. പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവനായിട്ട് നമ്മളും ഈ ഭൂമിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ സാത്താന്റെ എല്ലാ ആധിപത്യങ്ങളും അധികാരമുള്ളവരാണ്. റോമർ 16:19 പറഞ്ഞത്. നിങ്ങൾ റോമർ 16:19, റോമൻ 16:19 നമ്മൾ ധ്യാനിക്കുന്നല്ല. അത് നിങ്ങൾ നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞ ദൈവവചനമാണ്. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം ഏശാത്തവരുമായിരിക്കും എന്ന് പറഞ്ഞാൽ സ്നേഹം, ദൈവസ്നേഹവും പരസ്നേഹവും ഉള്ളവരാണ് എങ്കിൽ ഉടൻ തന്നെ സമാധാനത്തിന്റെ ദൈവം പിശാചിനെ നമ്മുടെ ഓരോരുത്തരുടെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളയും. നമ്മുടെ ഓരോരുത്തരുടെയും നമ്മളെ ആക്രമണം എന്താണ്, ഏത് മേഖലയാണ് സാത്താൻ നമ്മളെ ഇന്ന് അടിമയാക്കി വെച്ചിരിക്കുന്നത്? പരിശുദ്ധ കന്യകാമറിയം സാത്താന്റെ പാമ്പിന്റെ തലയിൽ ചവിട്ടി നിൽക്കുന്ന ഒരു രൂപം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരു വിശുദ്ധനായി ഭൂമിയിൽ വിശുദ്ധി ജീവിക്കുമ്പോൾ നമ്മളെ എന്താണ് അടിമത്തം, ആ അടിമത്തത്തിന്റെ മുകളിൽ ചവിട്ടി നിൽക്കാനുള്ള സാത്താന്റെ സകല തേളുകളുടെയും പാമ്പുകളുടെയും മീതെ കൂടി ചവിട്ടി അടക്കുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. യേശു പറഞ്ഞു യോഹന്നാൻ 10:19. അതുകൊണ്ട് നിങ്ങൾ അതിനെ നിങ്ങൾ കീഴ്പ്പെടുത്തി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരം, യേശുവിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് നിങ്ങളിനി അടിമകളല്ല. നിങ്ങൾ എന്താണ് അടിമകളാക്കുക? അതിന്റെ മുകളിൽ ഇപ്പോൾ ചവിട്ടി അതിനെ, ആ പാമ്പിനെ, പരിശുദ്ധ ഏദൻ തോട്ടത്തിലെ പഴയ മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിച്ച് പുരാതന സർപ്പം. 33 സ്ത്രീയും അല്ലേ, അവളുടെ സന്തതി എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീയുടെ സന്തതി അല്ലെ, സ്ത്രീ മാതാവിനെ കുറിച്ച് ജന്മമാവല്ലോ, അതൊന്നും പലപ്പോഴും ചിന്തിച്ചു, അതിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പം പരിശുദ്ധ അമ്മ ജീവിതത്തിൽ തിന്മയുടെ മേൽ ചവിട്ടുന്ന വ്യക്തിയാണ്. അമ്മയുടെ മക്കളായ നമ്മൾ തിരുസഭയിലായിരിക്കുമ്പോൾ സാത്താന്റെ തലയിൽ ചവിട്ടി നിൽക്കാനുള്ള ഒരു അധികാരം യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭിച്ചത്. കാരണം യേശുവാണ് സാത്താന്റെ തലയിൽ ചവിട്ടി നിന്നുകൊണ്ട് കാൽവരിയിൽ അവനെ പരാജയപ്പെടുത്തിയത്. പരിശുദ്ധ അമ്മ യേശുവിന് വേണ്ടിയാണ് ദൈവം അങ്ങനെ ഒരുക്കിയത്. യേശുവിൻ്റെതായി മാറിയ നമ്മൾ ഓരോരുത്തരും അതിന് വിളിക്കപ്പെട്ടവരാണ്. നമ്മളെ ആക്രമിക്കുന്ന അശുദ്ധിയുടെ, പാപത്തിന്റെ ജഡികമായ വാശി, വൈരാഗ്യം, വിദ്വേഷം, വെറുപ്പ്, അത് ആ ദുരാത്മാക്കളുടെ മേൽ ചവിട്ടി നിൽക്കാനുള്ള അല്ലേ, എല്ലാവരെയും പൗലോസ് പറഞ്ഞാണ് നമ്മളെ സ്നേഹിതല്ല സഹോദരരെന്ന് അവൻ വിളിച്ചെന്ന് പറഞ്ഞു. മറ്റുള്ളൊരു സഹോദരരായി കാണാനായിട്ട് പിശാച് അവനെ, അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചതലത്തിൽ അലറിക്കൊണ്ട് പുറത്തുനിന്ന് എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തിലുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും. കാരണം അത് ദൈവനിശ്ചയമാണ്. നമുക്കും അതിനുള്ള ആ അധികാരമുണ്ടത്. വിശുദ്ധിയിൽ പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ വീണ്ടും പറയണ്ട റോമർ 16:19, നല്ല കാര്യങ്ങൾ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം അശാത്തവരുമായിരിക്കണം ഞാൻ എങ്കിൽ ഉടൻ തന്നെ സമാധാനത്തിന് ദൈവം പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ദൈവം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മള് ഈ ധനകായി നമ്മൾ അറിയണം, യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മള് ദൈവമക്കളാണ്, യേശുക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ്. പരിശുദ്ധ പരമ ദീപകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.